ഭഗവാ, എന്തേ? ഞാനൊരു നമ്പർ കാണിച്ചു തരാം. നീ ഇവിടെ നിന്നാ മതി. അതെന്താ? നിന്നെ കണ്ടാ ചിലപ്പോ ഞാൻ കുളിച്ചിട്ടില്ലാന്ന് വിചാരിച്ചാലോ. ക്ഷമിക്കണം ഭാർഗവി, ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാനും വൈകി. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. സത്യം പറ ഭാർഗവി, ഒറ്റത്തടിയായി ജീവിക്കുന്ന നിനക്ക് ഒരാൺതുണ വേണമെന്ന് ആഗ്രഹമില്ലേ? ഭാർഗവി, സകല ആഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ലേ? ഈ തുടിക്കുന്ന ഹൃദയം വല്ലഭേട്ടനെ സ്വന്തമാക്കണമെന്ന് 100 വട്ടം കൊതിച്ചിട്ടില്ലേ ഭാർഗു? ചട്ടി പൊട്ടിയാലേ കോളാമ്പി ചട്ടി. ചട്ടി ചുട്ടതടാ. നമ്പർ എന്തായി? അടിയിപ്പൊ കൊണ്ടേതെ ഞാൻ കണ്ടു. ചട്ടി പൊട്ടിയുണ്ടല്ലോ. തൽക്കാലം ഇനി ബോഡി ടച്ചിങ് ഒന്നും വേണ്ട. നോക്കി നിന്ന് രസിച്ചാ മതി, അല്ലെങ്കിൽ ചട്ടി ഇനിയും പൊട്ടും. പോടത്തണ്ടി. എന്താ പറഞ്ഞ? പോടത്തണ്ടിന്ന്. അങ്ങനെ മര്യാദക്ക് പറ. വരട്ടെ. എത്ര കാലം വെച്ച എന്റെ കുട്ടി കഷ്ടപ്പെടണേ. ഒക്കെ സമയദോഷ. കല്യാണം എന്നൊക്കെ പറഞ്ഞതൊരു യോഗ. എന്നെ കുറിച്ച് ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട. എല്ലാം ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിന്റെ ജീവിതം കാണുമ്പോ ചങ്ക് നേറുക മോളെ. ദേവി, ഈ നാടിന്റെ രക്ഷകനൊന്ന് വന്നാ മതിയായിരുന്നു. ഇവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടായ എന്റെ മോളും രക്ഷപ്പെടുമല്ലോ. കുട്ടി എന്താ എത്ര വൈകിയത്? മുത്തശ്ശി, അത് ഞാൻ കുളിക്കാൻ പോയ വഴിക്ക് അങ്ങോട്ട് പോവും. കാവില് വിളക്ക് കത്തിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? ചെല്ല്. ഒന്ന് രണ്ട് തെറ്റി. അങ്ങനെയല്ല, താളം തെറ്റി. ഞാൻ വായിക്കുന്ന നോക്കിയിരിക്കേ. താ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതത്തി തരികതാ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതത്തി തരികതാ തീ കൃതകൃതോം തീ കൃതകൃതോം കൃതകൃതോം കുതത്തി തരികതത്തി തരികതാ. മോൻ വിഷമിക്കണ്ട, അച്ഛനെല്ലാം പഠിപ്പിച്ചു തരാം കേട്ടാ. രാമൻ നശിക്കും കുട്ടി, നമ്മുടെ കുലം മുടിയും. മുത്തശ്ശി എന്തൊക്കെയാ പറയണേ? സ്വപ്നത്തെ ഞാൻ കണ്ടതാ. ദേവിയുടെ കോപം അടങ്ങിയിട്ടില്ല. എല്ലാം തോന്നല. മുത്തശ്ശി കിടന്നോ? ഈശ്വര, ഞങ്ങൾ കാത്തിരിക്കുന്ന രക്ഷകൻ എത്തിയാ മതിയായിരുന്നു. നിന്നോടാ ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. എന്നാ പുറകോട്ട് പോവാം.
നിങ്ങളുടെ അശ്രദ്ധ മൂലമാണ് അവൻ രക്ഷപ്പെട്ടത്. എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യും. ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം പറയാം. പണി പോകുന്ന കാര്യ അവിടെ നില്ല്. ഇതിനപ്പുറം കുടവള്ളൂർ ഗ്രാമമാണ്. അവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവിടെ ഈ പോലീസ് വേഷത്തിൽ ചെന്നാ അവര് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് വേഷം മാറുന്നതാണ് നല്ലത്. അത് നല്ല ഐഡിയ. എടാ രാഘവ, ഞാൻ സ്റ്റഡിയാടാ. അപ്പൊ ഞാനോ? എന്നെ പിടിക്കണ്ടാ. അവൻ പിടിക്കില്ല. ആരാ വേലിയിട്ടേക്കണ ഇവിടെ? അത് വേല് മതിലാണ്. ടോർച്ചെടുക്കണ ആരാ മോളിന്ന്? അത് ചന്ദ്രേട്ടനാ. അപ്പൊ നമുക്ക് കാലത്ത് കാണാം. കുഷ്ണേ ഓക്കെ, വിളിച്ചാടാ രാഘവ. വീട് മാറിപ്പോടാ. വാ, ഇത് എന്റെ വീട് തന്നെയാ. അപ്പൊ ഈ പെണ്ണ അത് എന്റെ ഭാര്യ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ അകത്ത് പൂടി. ദാ, പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. സോറി. ആ രാഘവ, എന്തേ? ഞാൻ ഒരു കാര്യം മറന്നുപോയി. ചൂളൽ ആരുമില്ല. നീ അവിടെ പോയി കാവൽ കിടക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ പോണോ? ഓടാ പന്നി. എന്താ പറഞ്ഞു? ഓടാ പന്നി. അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഗം പോവും. മാറേ. നീ എന്താടാ വിചാരിച്ച? എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്നാ. മഹാഭാരതത്തിലെ കർണനാടാ. കവിത പൊളിച്ചു നോക്കടാ. നീ ചൂളെ കാവല് കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവല് കിടക്കോടാ. വല്ലപേട്ടന്റെ വിശാല മനസ്സ് നീ മനസ്സിലാക്കണം. സോറി വല്ലപേട്ട. നോക്കണേ, വല്ലപേട്ടന്റെ വിശാല മനസ്കത മനസ്സിലായില്ല? മനസ്സിലായി. മനസ്സിലായി. ഈ വല്ലപേട്ടനെ എനിക്ക് മനസ്സിലായി. മറക്കില്ല ഞാൻ. അത് മതിയടാ. ഞാൻ മറക്കില്ല. ഞാൻ ധൈര്യശാലിയാ. ഞാനിവിടെ ഉണ്ടറാ ഇവിടെ. നിക്ക്, നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരരുത്. അപ്പൊ ചായ കുടിക്കാനോ? ഞാൻ കൊണ്ടുവരാടാ. മധുരം വേണ്ട. അപ്പൊ ശരി, കാലത്ത് കാണാം. കൂത്തോടി വന്നിരിക്കുന്നു. ഞാൻ വരില്ലേ? അപ്പൊ ശരി, കാലത്ത് കാണാം. പാടാത്ത ഭാര്യയും പാടും എന്റെ ഞാൻ തന്നെ പറഞ്ഞായിരിക്കും. പാമ്പ് പ്രേതമായിട്ട് ആരാത്? ആരാത്? പാമ്പാണോ? ആരാ? പേടിപ്പിക്കുന്ന മനുഷ്യനാ. മൂത്രമൊഴിച്ചാലോ? ഇതാ ഭാർഗവിയുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അവൾ ഈ പണി തുടങ്ങിയ
ഇവിടെ ഇങ്ങനെ ഈ അവസ്ഥയിൽ നിന്നെ കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. ഭാർഗവി, നീ എന്നെ കൈവടിയരുത്. എന്റെ പിന്നാലെ പോലീസ് ഉണ്ട്. എനിക്ക് ജീവിക്കണം. എല്ലാം മറന്ന് ഒരു നല്ല മനുഷ്യനായിട്ട്. എനിക്കറിയാം, തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിന്റെ ജീവിതം പോലും ഞാൻ തകർത്തില്ലേ? ഞാൻ ജയിലിലായ ശേഷം നാടുവിട്ട എന്റെ ഭാര്യയെ പിന്നെ കണ്ടത് അവിചാരിതമായി അവിടെ വെച്ചാണ്. ഞാൻ സ്നേഹം നടിച്ചു. കാരണം എനിക്ക് വേണ്ടത് അഭയമായിരുന്നു. ഈശ്വരനാണ് എന്നെ നിന്റെ അടുത്ത് എത്തിച്ചത്. ഒരു നല്ല ജീവിതം നയിക്കാൻ നീ എന്നെ സഹായിക്കില്ലേ? എന്നെ രക്ഷിക്കില്ലേ? എനിക്കിങ്ങനെ ഒരു ഭർത്താവുണ്ടെന്നോ ഞാൻ വിവാഹിതയാണെന്നോ ഈ ഗ്രാമത്തിൽ ആർക്കും അറിയില്ല. നിങ്ങളെ പോലീസ് പിടിച്ച ശേഷം ആ നാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു. ജീവൻ രക്ഷിക്കാൻ രായ്ക്ക് രാവെ ഒളിച്ചോടുകയായിരുന്നു. ഇപ്പൊ ചങ്കൂറ്റത്തോടെ എന്തിനും പോന്ന ഭാർഗവിയായി അധ്വാനിച്ച് ഞാനിവിടെ ജീവിക്കുന്നു. എന്നെ രക്ഷിച്ചവരായി ഗ്രാമത്തിലുള്ളവര് നിങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? നിങ്ങളൊന്നും പറയണ്ട. ഒരുത്തൻ അവളുടെ വീട്ടിലേക്ക് കയറി പോകുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വല്ലഭന്റെ കണ്ണായതുകൊണ്ടാ ഞങ്ങൾക്ക് സംശയം. വല്ലവന്റെ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണാണ്. അത് ശരിയാ. അതല്ല വല്ലപേട്ട, ചേട്ടൻ ഭാഗ്യവരുടെ വീട്ടിൽ പോയത് തെങ്ങ് കയറാൻ. അവിടെ അടുത്തല്ലേ രാഘവന്റെ വീട്. അതും ശരിയാ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അടിച്ചിന്റെ അടപ്പല്ല എടുക്കും ഞാൻ. ഇവനെന്റെ കസിൻ ബ്രദറാ, അറിയോ? അതും ശരിയാ. ഓ, നിന്റെ ഒടുക്കത്തെ ഒരു ശരി മിണ്ടായിരുന്നോണം. അല്ലെങ്കിൽ സത്യം പറയുന്നവർക്ക് ഈ നാട്ടിൽ ഒരു സ്ഥാനമില്ല. അതെ, നിങ്ങൾ ഇന്നേ വരെ സത്യം പറയാത്തോണ്ടാ